പുസ്തക പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ ഷൗക്കത്ത് സാറിനെ ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ PPCSലെ കെയർ ഗിവറായിട്ടുള്ള മോളി ആൻറ്റിയെയും ക്ഷണിക്കുന്നു. ഞാനൊരു കുട്ടികളുടെ കണ്ണ് ഡോക്ടറാണ്, ഒരു കാറ്ററാക്ട് സർജനാണ്. ഈ കമ്പാഷനെ കുറിച്ചുള്ള ഈ ഒരു പരിപാടിയിൽ ഞാൻ ബ്രഹ്മോത്തം സാറിനോട് ചോദിച്ചു ഞാൻ എന്താണ് സംസാരിക്കേണ്ടത്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ 2 ചാപ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അനുകമ്പയുടെ വഴികൾ എന്നതിനെക്കുറിച്ച് സംസാരിച്ചോളൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാൻ ആലോചിച്ച പല കാര്യങ്ങളും എന്നിൽ മുമ്പ് വന്ന സ്പീക്കേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പൊതുവായി ചർച്ച ചെയ്യപ്പെടാത്തതെന്ന് ഞാൻ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു തോട്ടിന് വേണ്ടി നമുക്കിടാം, നമുക്കതിന് ശേഷം ചർച്ചയാവാം. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ എംപതി എന്നുള്ളതും കമ്പാഷൻ എന്നുള്ളതും, ആ ഒരു കമ്പാഷൻ എന്നുള്ള വാക്കിന് മലയാളത്തിൽ ഒരു തുല്യമായൊരു പദം കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഈ ട്രാൻസ്ലേറ്റേഴ്സ് എല്ലാവരും പലതരത്തിൽ ഡിസ്കസ് ചെയ്തു. പല വാക്കുകളുണ്ട്: ദയ, കരുണ, അനുതാപം, അനുകമ്പ, ആർദ്രത. അങ്ങനെ നമുക്ക് ഒരുപാട് പദങ്ങളുണ്ടെങ്കിലും നമ്മളത് കമ്പാഷൻ എന്നുള്ള ലെവലിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഒന്ന് പകരം മറ്റൊന്ന് നിൽക്കാത്തതുകൊണ്ട് അത് സന്ദർഭം പോലെയാണ് ഈ ട്രാൻസ്ലേഷനിൽ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. ബേസിക്കലി നമുക്കറിയുന്ന പോലെ സഹാനുഭൂതി അല്ലെങ്കിൽ അനുകമ്പ എന്ന് പറയുന്നത് അതിന് 2 വശങ്ങളുണ്ട്. ഫീലിംഗ് അതർ പേഴ്സൺസ് ഫീലിംഗ്, നിങ്ങളുടെ ദുഃഖം ഞാൻ അത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് സഹാനുഭൂതി അല്ലെങ്കിൽ എംപതിയുടെ ഒരു ബേസിക് സ്ട്രക്ചർ. അതിൻ്റെ രണ്ടാമത്തെ ഒരു എക്സ്റ്റൻഷനാണ് നോയിങ് അതർ പേഴ്സൺസ് ഫീലിംഗ്. ഇത് കഴിഞ്ഞ അടുത്ത പടിയാണ് കമ്പാഷൻ. ഈ നോയിങ്ങിനും ഫീലിങ്ങിനും ശേഷം നിങ്ങളുടെ കഷ്ടത അല്ലെങ്കിൽ നിങ്ങളുടെ സഫറിങ് എലിവിയേറ്റ് ചെയ്യാനായിട്ട്, കുറയ്ക്കാനായിട്ട് ഒരു ആക്ഷൻ, സാറ് പറഞ്ഞ പോലെ ഒരു കർമ്മോന്മുഖത നമുക്ക് വരുമ്പോഴാണ് അത് കമ്പാഷൻ ആവണം. ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന രീതിയിൽ, ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാനിത് വായിച്ചു, ഇതൊരു വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്രം ഉണ്ട്, ശാസ്ത്രം നല്ലതാണ് എന്നുള്ളത് പറയുമ്പോൾ തന്നെ കമ്പാഷൻ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു ഫ്രോണ്ടിയേഴ്സിൻ്റെ ഉള്ളിൽ മാത്രം ഒതുക്കാവുന്നൊരു കാര്യമല്ല. നമ്മൾ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാവാത്തതും ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണ് ഒരു വ്യക്തിയിൽ എങ്ങനെയാണത് കമ്പാഷനറ്റ് ബിഹേവിയർ ആയിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പം ഇത് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കമ്പാഷൻ എപ്പോഴും ഒരു പേഴ്സണൽ വെർച്യൂ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് ഏറ്റവും രോഗി പറയും നല്ല ഡോക്ടറാണ്. ഇപ്പം ദിവാകരൻ സാറ് ഞാൻ MBBS തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന തൊട്ട് ഞാൻ ഈ ഹാളിൽ അപ്പുറത്തെ താഴത്തെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് വളരെ കമ്പാഷനറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. വളരെ ദൂരെ നിന്നേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാലും അത് അപ്പോൾ പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന 1, 2, 3 മുഖങ്ങളുണ്ട്. ഇതെല്ലാം വളരെ വ്യക്തിഗതമായിട്ടുള്ള ഒരു ഇമേജസാണ് എൻ്റെ മനസ്സിൽ. നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നത് കമ്പാഷൻ ഒരു വ്യക്തിഗതമായൊരു ഗുണം അല്ലെങ്കിൽ വെർച്യൂ എന്നതിനപ്പുറം ഒരു സിസ്റ്റം, കമ്പാഷനറ്റ് സിസ്റ്റംസ് ഉണ്ടാക്കാനും കമ്പാഷനറ്റ് സിസ്റ്റംസ് നിലനിർത്താനും അത് റിഫൈൻ ചെയ്യാനും പോളിഷ് ചെയ്യാനുമുള്ള ഒരു യാത്രയാണ് ഒരുപക്ഷെ ഒരു കമ്പാഷനറ്റ് സൊസൈറ്റി ഏറ്റെടുക്കേണ്ടത്. അത് ഒരിക്കലും മെഡിസിൻ അല്ലെങ്കിൽ സാന്ത്വന പരിചരണമോ അല്ലെങ്കിൽ ഞാനൊരു സർജനാണ് ആ രീതിയിലുള്ള ഇതിൽ മാത്രം ഒതുങ്ങുന്നതാണ്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അവരുടെ വ്യക്തിപരവും തൊഴിൽപരമായ മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനോടൊപ്പം ഒരു കമ്പാഷനറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ കമ്പാഷനറ്റ് സിസ്റ്റം ബിൽഡ് ചെയ്യാതെ ഇതിനൊന്നും ഐസൊലേറ്റഡ് ആയിട്ട് നിലനിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനിവിടെ അത് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ ഗവൺമെൻറ് സെക്ടർ വളരെ നന്നായിരിക്കുന്നു. എൻ്റെ സുഹൃത്തായിട്ടുള്ള എൻ്റെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള സൈക്യാട്രിസ്റ്റ് ഒരു ദിവസം എന്നോട് പറഞ്ഞു,
76 സൈക്യാട്രി രോഗികളെയാണ് പുനലൂർ ആശുപത്രിയിൽ 9 തൊട്ട് 2 വരെയുള്ള സമയത്ത് അവൻ കണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് നീ എങ്ങനെയാണിത് സാധിക്കുന്നത്? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആ പ്രദേശത്ത് ആകെയുള്ള ഗവൺമെൻറ് സെക്ടറിലുള്ള ഒരേ ഒരു സൈക്യാട്രിസ്റ്റാണ് ഞാൻ. എനിക്ക് വളരെ സങ്കടം തോന്നും എൻ്റെ അവസ്ഥ. പക്ഷേ എനിക്ക് ആ പേഷ്യൻറ്റിനോട് ഇൻട്രാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ആകെ കൂടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇത്ര സമയം എനിക്ക് ഒഴിവുണ്ട്, നിങ്ങളൊരു പക്ഷേ എൻ്റെ വീട്ടിലേക്കോ എൻ്റെ ക്ലിനിക്കിലേക്കോ വന്നാൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. പക്ഷേ ആ രീതിയിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ രോഗി ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ ICUവിൻ്റെ ഉള്ള രോഗികൾ പലപ്പോഴും നേഴ്സിൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല, ഡോക്ടർ വേണ്ട വിധത്തിൽ രോഗത്തെക്കുറിച്ച് പറഞ്ഞു തന്നില്ല. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് നേഴ്സ് അന്ന് ഇറിറ്റേറ്റഡായി പെരുമാറിയത്, എന്തുകൊണ്ടാണ് ഡോക്ടർ ഇത് പറഞ്ഞത്? പല കാരണങ്ങളുണ്ടാവും. ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ വർക്ക് ഫോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ വോള്യൂം ഒട്ടും പ്രപ്പോർഷനറ്റ് അല്ല. ഇതെങ്ങനെ മാറണം? അതൊരു കമ്പാഷനറ്റ് ആയിട്ടുള്ള ഇതൊരു സിസ്റ്റത്തിന് ആവശ്യമുണ്ടെന്നും ഒരു ഗവൺമെൻറ് ലെവലിൽ ഒരു ലീഡർഷിപ്പോ ഒരു പോളിസി ലെവലിൽ അഡ്വക്കസി ലെവലിലൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇൻഡിവിജ്വൽ വെർച്യൂ എന്നതിൽ അപ്പുറം കമ്പാഷനറ്റ് സിസ്റ്റംസ് നമുക്ക് വളർത്തിക്കൊണ്ടുവരാനും അത് നമ്മുടെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ വ്യക്തമായി അത് ആക്ഷനബിളായി തീരുന്നതെന്നാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഷൗക്കത്ത് സാറ് പറഞ്ഞതിന് ഞാൻ ഞാനൊരു കമ്പാഷൻ ന്യൂറോ സയൻസ് പറയുന്നത് എൻ്റെ ഒരു പരിമിതമായ വായനയിൽ നിന്നും ഈ പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടും പറയുന്നത്, മനുഷ്യൻ ഇൻഹറൻ്റ്ലി കമ്പാഷനറ്റ് ആയിട്ടുള്ള ഒരു ആനിമലാണെന്നാണ്. നമ്മളാരും കമ്പാഷൻ ഇല്ലാത്തവരല്ല, നമ്മളെല്ലാവരും വളരെ കമ്പാഷനറ്റ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ നമുക്ക് കമ്പാഷൻ ഇല്ലാതെ പെരുമാറേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നമുക്കറിയാം, യുദ്ധമുണ്ട്, ഇലക്ഷനുണ്ട്, അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഹാളിലിരുന്ന് കമ്പാഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഒരു ന്യൂറോ ഫിസിയോളജിക്കൽ ബേസിൽ നിന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പം നമ്മളിപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അതായത് എന്നിൽ ഇദ്ദേഹം സങ്കടപ്പെടുമ്പോഴോ ഇദ്ദേഹം സന്തോഷിക്കുമ്പോഴോ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലെ കോർട്ടെക്സ് മീസോ കോർട്ടിക്കൽ സ്ട്രക്ചേഴ്സിൽ, അമിഗ്ദലയിൽ, ഹൈപ്പോതലാമസിൽ, ഇൻസുലാർ കോർട്ടെക്സിൽ ഉണ്ടാവുന്ന മെഷറബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ടാവുന്നത്, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ എൻ്റെ തലയിലും എൻ്റെ തലച്ചോറിലും ഇതേ ഭാഗത്ത് നിന്ന് തന്നെയുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് മിറർ ന്യൂറോൺസ്. 90കളിൽ വന്ന തിയറിയാണ്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നാലും ഏറെക്കുറെയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു തിയറിയാണ്. മറ്റൊരാളുടെ ക്ലേശം, ദുഃഖം അയാളിൽ ഉണ്ടാക്കുന്ന ന്യൂറോ ഫിസിയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് ഒരു മിറർ പോലെ, ഒരു കണ്ണാടി പോലെ എൻ്റെ തലച്ചോറിലും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു സിനിമ കാണുമ്പോൾ ഒരു വലിയ പ്രശ്നം നമ്മൾ കരഞ്ഞു പോകുന്നത്. നമുക്കറിയാം അത് സിനിമയാണ്, എല്ലാം അറിയാം, പക്ഷെ നമ്മളത് ചെയ്തു പോകും. മറ്റൊരാളുടെ സന്തോഷം, ഇപ്പോൾ ഒരാൾ വളരെ മൈക്കൽ ഫെൽപ്സ് എന്ന് പറയുന്ന അദ്ദേഹം ബെയ്ജിങ്ങിൽ സ്വർണ്ണം നേടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് ഞാൻ നീന്താൻ അറിയാത്ത ആളാണ്, പക്ഷെ അത്രയും ഒരു സ്പോർട്ട് അല്ലെങ്കിൽ ഒരു കല അല്ലെങ്കിൽ ഒരു വലിയ ലീഡർ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലും ഉദ്ദീപിപ്പിക്കുന്നൊരു വികാരമുണ്ട്. അത് വളരെ ന്യൂറോ ഫിസിയോളജിക്കലായിട്ടുള്ളൊരു ബേസിസ് ഉള്ളൊരു കാര്യമാണ്. അപ്പം പറഞ്ഞു വരുന്ന മനുഷ്യൻ അടിസ്ഥാനപരമായി ഇൻഹറൻ്റായിട്ട് കമ്പാഷനുള്ള ഒരാളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് സാറ് പറഞ്ഞൊരു കാര്യം വളരെ വ്യക്തമാണ്. മനുഷ്യൻ്റെ ഒരു സ്പീഷീസ് എന്നുള്ള രീതിയിൽ അടിസ്ഥാനപരമായിട്ടുള്ള ജോലി തൻ്റെ ജീനിനെ ഓരോ തലമുറകളിൽ നിന്ന് തലമുറയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് സാധിക്കണമെങ്കിൽ ഏറ്റവും സേഫ് സ്പേസ് മനുഷ്യൻ കണ്ടെത്താൻ നോക്കും. ആ സേഫ് സ്പേസ് മനുഷ്യൻ എന്നുള്ളൊരു ജീവിക്ക് എപ്പോഴും ഒരു ട്രൈബ്, ഒരു ഗോത്രം, ഒരുമിച്ച് നിൽക്കുന്ന ഒരാളുകളുടെ, അപ്പോൾ ആ രീതിയിൽ കോമ്പറ്റീഷനേക്കാളും കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ് മനുഷ്യരാശി എപ്പോഴും കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്ത്, മനുഷ്യൻ അടിസ്ഥാനപരമായി വളരെ കമ്പാഷനായിട്ടുള്ള ഒരാളാണ്. ഈ കമ്പാഷൻ ഇതിൻ്റെ ഇടയിൽ ലെയേഴ്സിൻ്റെ ഇടയിൽ അടിഞ്ഞു കിടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളതിനെ ഉണർത്തുക എന്നുള്ളതായിരിക്കും. അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്, കമ്പാഷൻ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? കമ്പാഷൻ ഈസ് ഇറ്റ് കൾട്ടിവബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്? അതും ന്യൂറോ സയൻസ് പറയുന്നത് അത് കൾട്ടിവബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്നുള്ളതാണ്. കാരണം അതിൽ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്ന പോലെ പലതരം മെഡിറ്റേഷനിൽ കൂടെ, മൈൻഡ്ഫുൾനെസ്സിൽ കൂടെ നമ്മളുടെ ഇന്നർ പീസ്
എന്നുള്ളത് എങ്ങനെയാണ് ലോകത്തിൻ്റെ പീസുമായിട്ട് അലൈൻ ചെയ്യുക എന്നുള്ളൊരു അന്വേഷണത്തിൽ കൂടെ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാം. വ്യക്തിപരമായും ഈ വ്യക്തിയുടെ ഉള്ളിൽ നിന്നുള്ള പ്രകാശം കൊണ്ട് സമൂഹത്തിന് മുന്നോട്ടും പോകാം എന്നുള്ളത് തന്നെയാണ് കമ്പാഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. ഇതിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ഭാഗം ഒന്ന് ഇതാണ്, ഓക്സിറ്റോസിൻ സിസ്റ്റം. അതായത് നമ്മൾ അടിസ്ഥാനപരമായിട്ടൊരു ന്യൂറോ ഹ്യൂമറൽ ഓർഗാനിസമാണ് നമ്മുടെ തലച്ചോറിൽ വരുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനും മറ്റ് ഹോർമോൺസാണ് നമ്മളെ ബേസിക്കലി പല വികാരങ്ങൾ ഉണ്ടാക്കുന്നത്. സ്നേഹം, പ്രണയം, ദേഷ്യം എല്ലാം ഉണ്ടാക്കുന്നത് ഈ ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ്. ഇതിൽ തന്നെ ഏറ്റക്കുറവുകൾ ഉണ്ടാകാം. പക്ഷേ ചില കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇപ്പോഴും ആയിട്ടില്ല. അപ്പോൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന കാര്യം, കമ്പാഷൻ എന്ന് പറയുന്ന കാര്യം, ഇതൊക്കെ എവിടെയാണ് നമ്മുടെ തലച്ചോറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പാത്വേസൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ചില ആക്ടിവിറ്റി കൂടെ, ഫോർ എക്സാമ്പിൾ മെഡിറ്റേഷൻ മറ്റു കാര്യങ്ങളിലൂടെ ഇത് തീർച്ചയായിട്ടും വളർത്തിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തൊരു ഭാഗത്തിൽ ദ സോഷ്യൽ എക്സ്പീരിയൻസ് ഓഫ് മോറൽ എലിവേഷൻ എന്നാണ് അതിൻ്റെ. ഇത് പറയാൻ വളരെ, ഞാൻ എങ്ങനെ പറയുന്ന ആലോചിച്ചു. ഷൗക്കത്ത് സാർ വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു. സാർ അത് പറഞ്ഞ ആ ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ കാര്യമുണ്ടല്ലോ, ഈ പൂച്ചക്കുഞ്ഞിൻ്റെ കാര്യം ഞങ്ങൾ കേൾക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു പരിസരം ഞങ്ങളുടെ ഉള്ളിൽ ഒരു മോറൽ എലിവേഷൻ്റെ പ്ലേസാണെന്നാണ് പറയുന്നത്. മോറൽ എലിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം പൂച്ചക്കുഞ്ഞിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ സംഭവം ഉണ്ടാകും, അതുണ്ടാക്കിയ അതിൻ്റെ ഒരു ആകത്തുകയായിട്ടുള്ളൊരു വികാരങ്ങളുണ്ടാകും. അവിടെ നമ്മൾ എമ്പത്തറ്റിക് ആവുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ആ പൂച്ചക്കുഞ്ഞിനെ എടുത്ത് വീണ്ടും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ കമ്പാഷനും വരുന്നു. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആവ് എക്സ്പീരിയൻസ്, വിസ്മയം എന്ന് പറയുന്നൊരു പ്രതീതി, നല്ലൊരു സൂര്യാസ്തമനം കാണുമ്പോൾ, നല്ല പുസ്തകം വായിക്കുമ്പോൾ, നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് ഈ മോറൽ എലിവേഷൻ എന്ന് പറയുന്നത്. ആ മോറൽ എലിവേഷനെ ഒരു കമ്പാഷനറ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങും കൂടി നമുക്ക് സാധ്യമാണെന്ന് തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കമ്പാഷൻ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യം മദർ തെരേസ എന്ന് പറയുന്ന ഒരു രൂപം നമ്മുടെ വരും. പക്ഷേ അതിനേക്കാളുപരി കമ്പാഷൻ നമ്മുടെ ഉള്ളിൽ എല്ലാവരിലും ഉണ്ട്. അത് എങ്ങനെയാണ് അത് അടരുകൾ മാറ്റി പുറത്തേക്ക് കൊണ്ടുവരിക, എങ്ങനെയാണ് നമ്മൾ സ്വയം റിഫൈൻ ചെയ്യുക, മനുഷ്യരെന്ന നിലയിൽ ഒരു സെലിബ്രേഷൻ ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് തോന്നുന്നു. ചർച്ചകൾ, പുസ്തകം വായിക്കാൻ ശ്രമിക്കുക. നല്ല പുസ്തകമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ വേറെ രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളാരും, എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ കമ്പാഷനെ കുറിച്ച് സംസാരിക്കാൻ പോകണം. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ചിരിയായിരുന്നു. പുള്ളി പറഞ്ഞു കമ്പാഷനെ കുറിച്ച് അരമണിക്കൂർ എങ്ങനെയാണ് സംസാരിക്കുക, കമ്പാഷൻ തായാൽ പോരെ എന്നുള്ളതാണ്. അപ്പോൾ അതാവണം എന്നുള്ളത് ശരിയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മളെ ഒരിക്കലും കുറയ്ക്കുന്നില്ല, നമ്മൾക്ക് ആഡ് ഓൺ ചെയ്യുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് അതിൻ്റെ അനാറ്റമിയോ ന്യൂറോ ഫിസിയോളജിയോ തൊട്ട് അതിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള മാനങ്ങളും കൂടി പോകുമ്പോൾ മാത്രമാണ് നമ്മളും അതിലോട് ഉൾച്ചേർന്ന് പോകാൻ തോന്നുന്നു. എല്ലാവർക്കും നന്ദി.